ഇപ്പോൾ വത്തിക്കാനിൽ നിന്നും ഫാദർ ജോസഫ് ഇറ്റോലിൻ തത്സമയം റിപ്പോർട്ടിനൊപ്പമുണ്ട്. നമസ്കാരം ഫാദർ ജോസഫ് ഇറ്റോലിൻ. എന്നെ കേൾക്കാമോ? കേൾക്കാം. അവിടെ ഇപ്പോൾ സമയം എത്രയായി? ഇവിടെ ഇപ്പോൾ സമയം 12 മണിയാകുന്നു. 4 മണിക്കാണ് ചടങ്ങുകൾ അല്ലേ? അതെ. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ഒരുക്കങ്ങൾ നന്നായി ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഒഴുകി എത്തിക്കഴിഞ്ഞു. വത്തിക്കാൻ സമീപ പ്രദേശം മുഴുവനും ആളുകളാൽ നിബിഡമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ് വേണം ആളുകൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി. വത്തിക്കാന്റെ പോലീസ് ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:30 മുതലാണ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത്. ഇപ്പോൾ തന്നെ ആ ഭാഗത്തെല്ലാം ആളുകൾ വളരെയേറെ കൂടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾക്ക് പള്ളിക്കുള്ളിലും പള്ളിക്ക് പുറത്തുമൊക്കെയായി ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 21 കർദിനാൾമാരുടെ സ്ഥാനാരോഹണമാണല്ലോ ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ചടങ്ങുകളുടെ പ്രത്യേകത? ഓരോ കർദിനാൾമാരുടെയും സ്ഥാനാരോഹണം എത്ര സമയമെടുക്കുന്ന ആ ചടങ്ങുകളുടെ ഒരു പ്രത്യേകത ഒന്ന് വിശദീകരിക്കാമോ? 21 പുതിയ കർദിനാളന്മാരാണ് ഇന്ന് വൈകുന്നേരം ഇറ്റാലിയൻ സമയം 4 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വഴിയായിട്ട് തിരുസഭയ്ക്ക് ലഭിക്കുന്നത്. അവർ ഓരോരുത്തരും നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് തന്നെ വത്തിക്കാനുള്ളിൽ ഇപ്പോൾ അവർക്ക് ഏത് നിലയിലാണോ അവരുള്ളത് മെത്രാന്മാരുടെ വേഷമണിഞ്ഞ് അവർ തയ്യാറായി നിൽക്കും. അതിനുശേഷം അവരെല്ലാവരും മാർപ്പാപ്പയോടൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് വരികയും ആ ചടങ്ങുകൾക്കിടയിൽ വെച്ച് മാർപ്പാപ്പ അവർക്ക് കർദിനാളന്മാരുടെ തൊപ്പിയും അതുപോലെ തന്നെ മോതിരവും അണിയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ഓരോരുത്തരും കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. അവരെ എല്ലാവരെയും അനുമോദിക്കുവാനും അവരെ എല്ലാവർക്കും ആശംസകൾ നേരുവാനുമായി അവർ ഓരോരുത്തരും കടന്നു വരുന്ന രാജ്യങ്ങളിൽ നിന്നും അവരോടൊപ്പം ഒരു വലിയ സംഘം തന്നെ റോമിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് റോമിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഫാദർ ജോസഫ്, ഇപ്പോൾ ഈ മാർ കൂവക്കാടിന്റെ കുടുംബവും എത്തിയിട്ടുണ്ട്. കുടുംബം അടക്കം 100ഓളം പേർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊക്കെ പ്രത്യേക ഇരിപ്പിടം ഉണ്ടാകുമോ? ഈ ചടങ്ങുകൾ വളരെ അടുത്തുനിന്ന് കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും 100 അല്ല, ഏകദേശം കൂവക്കാട് പിതാവിനോട് ചേർന്ന് 500-ലധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, പിതാവിന്റെ ബന്ധുക്കളായും പ്രിയങ്കരായും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയിട്ടുള്ളവർക്കെല്ലാം വത്തിക്കാനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് കുറച്ചു പേർക്ക്, അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മെത്രാന്മാർക്കും ഒക്കെ ഏറ്റവും അടുത്തുള്ള VIP സീറ്റുകളിൽ ഇരുന്ന് ഈ ദൃശ്യങ്ങൾ ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കും. എല്ലാവർക്കും തന്നെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ ചടങ്ങുകളെല്ലാം തത്സമയം കാണുവാനും പാപ്പായുടെ അനുഗ്രഹം വാങ്ങുവാനുമുള്ള അവസരം വത്തിക്കാനിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ നന്ദി ഫാദർ ജോസഫ് ഇറ്റോലിൻ. സമയം ഇപ്പോൾ അവിടെ 12:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. വത്തിക്കാനിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അവിടുത്തെ സമയം 4 മണി, ഇന്ത്യൻ സമയം രാത്രി 8:30ക്കാണ് ചടങ്ങുകൾ. അതിൻ്റെ തത്സമയ സംപ്രേഷണം, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കൃത്യമായി തന്നെ റിപ്പോർട്ടർ നൽകും. വളരെ നന്ദി ഫാദർ ജോസഫ് ഇറ്റോലിൻ ഈ ഘട്ടത്തിൽ നമ്മളോട് സഹകരിച്ചതിന്.